ജപ്പാനെ മറികടന്ന് നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നതിന് പിന്നാലെ ഇന്ത്യയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കുതിപ്പിലേക്ക് രാജ്യം പോയതെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുരാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. കൂടാതെ വരും വർഷങ്ങളിൽ ഇന്ത്യ ഒന്നാമതെത്തുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൃത്യമായ നിലപാടുകളിലൂടെ രാജ്യത്തെ വളർത്തുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പങ്കും എടുത്തു പറയേണ്ടതാണ്. ചരിത്രത്തെ സത്യസന്ധമായി അഭിമുഖീകരിച്ച് അതിൽ നിന്ന് പഠിച്ച് ഭാവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ ശക്തി ലഭിക്കുന്നതെന്ന് ഇന്ത്യയുടെ നാഴികക്കല്ല് തെളിയിക്കുന്നുവെന്ന് ചൈന പറഞ്ഞു. ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ചരിത്രത്തെ സത്യസന്ധമായി നേരിടുന്നതിലൂടെയും അതിൽ നിന്നും പഠിക്കുന്നതിലൂടെയും ഭാവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ ശക്തി ലഭിക്കുന്നതെന്ന് ഇന്ത്യയുടെ ഉയർച്ച കാണിക്കുന്നു. ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യൂജിങ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സർക്കാരിന്റെ വർഷാവസാന സാമ്പത്തിക അവലോകനത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം $4.18 ട്രില്യൺ എത്തിയെന്നും ഇന്ത്യ ഇനി അമേരിക്ക, ചൈന, ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ 4ാം സ്ഥാനത്ത് എത്തിയെന്നും ഡേറ്റ പറയുന്നു. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം 2026 അന്തിമ വാർഷിക GDP കണക്കുകൾ പുറത്തുവിടുമ്പോൾ ലഭിക്കുന്ന ഡേറ്റയെ ആശ്രയിച്ചായിരിക്കും. അന്താരാഷ്ട്ര നാണയനിധി കണക്കുകൾ പ്രകാരം ഇന്ത്യ ഈ വർഷം ജപ്പാനെ മറികടക്കും. 2026 IMF പ്രവചനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ $4.51 ട്രില്യൺ കണക്കാക്കി. $4.46 ട്രില്യൺ ജപ്പാന്റെ GDP. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ. വരും വർഷങ്ങളിലും ഈ വേഗത നിലനിർത്താൻ ഇന്ത്യൻ സാമ്പത്തിക രംഗം സജ്ജമാണെന്നും പറയുന്നുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ പിന്തള്ളി 3ാം സ്ഥാനത്തെത്തും. 2030 $7.3 ട്രില്യൺ GDP പ്രതീക്ഷിക്കുന്നുവെന്ന് സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്ക അമിത തീരുവ ചുമത്തിയതിനെ തുടർന്നുണ്ടായ ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിയെ പ്രതിഫലിക്കുന്നുവെന്നും സർക്കാർ പറഞ്ഞു. മാത്രമല്ല, ഘടനാപരമായ പരിഷ്കാരങ്ങൾ, ശക്തമായ സാമൂഹിക പുരോഗതി, ദീർഘകാല സ്ഥിരത ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഉയർച്ചയെ പിന്തുണയ്ക്കുന്നതെന്ന് സർക്കാർ ഊന്നി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികമായ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഉയർന്ന ഇടത്തരം വരുമാന പദവി ലക്ഷ്യമിടുന്നുണ്ടെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ശക്തമായ ആഭ്യന്തര ഡിമാൻഡും പരിഷ്കരണ അധിഷ്ഠിത വളർച്ചയും പ്രയോജനപ്പെടുത്തുമെന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി അമേരിക്ക തുടരുന്നു. ചൈനയും ജർമ്മനിയും തൊട്ടു പിന്നിൽ. ആദ്യ 4 സ്ഥാനങ്ങളിൽ ഇന്ത്യ പ്രവേശിച്ചത് ഒരു ചരിത്ര നാഴികക്കല്ലാണ്. രാജ്യത്തിന്റെ വളർച്ചാപാത വരും ദശകത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാന കളിക്കാരനായി അതിനെ സ്ഥാപിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഇത് പ്രതിരോധ ശേഷിയെയും ഭാവിയിലേക്കുള്ള സാമ്പത്തിക തന്ത്രവും പ്രതിഫലിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.